ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴി വളർത്തുന്നവരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. കോക്സിഡിയോസിസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കോക്സിഡിയോസിസ് കോഴികളിൽ എങ്ങനെയാണ് പിടിപെടുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട്. കോഴി വളർത്തുന്നവരുടെ കൂട്ടത്തിൽ ഏതാണ്ട് എല്ലാ പേർക്കും ഈ രോഗത്തെക്കുറിച്ച് കാര്യമായ ധാരണയുണ്ടായിരിക്കും. എന്നാൽ പുതുതായി ഈ ഫീൽഡിലേക്ക് കടന്നു വന്ന പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അറിവിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് നോക്കാം. കോഴികൾ കാഷ്ടിക്കുമ്പോൾ കാഷ്ടത്തിലൂടെ ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. കാഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൽ ബ്ലഡിൻ്റെ അംശം പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് കോക്സിഡിയോസിസ് എന്ന രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. കാര്യമായ ക്ഷീണവും ഉത്സാഹക്കമ്മിയും മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് കോഴികൾക്ക് എങ്ങനെയാണ് പിടിപെടുന്നത് എന്നും കൂടി നോക്കാം. ഐമേരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗാണുവാണ് ഈ രോഗം പരത്തുന്നത്. കോഴികളുടെ അന്നനാളത്തിലും വിരിപ്പിലും കണ്ടുവരുന്ന ഒരു തരം രോഗാണുവാണ് ഐമേരിയ. കൂട്ടിനുള്ളിൽ കാഷ്ടം പറ്റിപ്പിടിക്കാതിരിക്കാനും കൂട് എളുപ്പത്തിൽ വൃത്തിയാക്കിയെടുക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചിന്തേര്, ഉമി, അറക്കപ്പൊടി എന്നിങ്ങനെയുള്ള സാധനങ്ങൾ നനയാൻ ഇടവന്നാൽ അതിലൂടെയാണ് കോക്സിഡിയോസിസിന് കാരണമായ ഐമേരിയ പോലുള്ള രോഗാണുക്കൾ വളരുന്നത്. ഇവയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും കോഴികൾ ഇവയെ ഭക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം രോഗാണുക്കൾ കോഴിയുടെ അന്നനാളത്തിൽ പ്രവേശിക്കുകയും ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരാഴ്ചക്കകം കോഴിയിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ ഇടവരുന്നു. അന്നനാളത്തിൽ നിന്ന് പിന്നീട് കുടലിൽ എത്തുകയും അവിടെ പറ്റിപ്പിടിച്ച് കുടലിനകത്ത് മുറിവുണ്ടാക്കുകയും ചെയ്യും. തുടർന്നാണ് കോഴികൾ കാഷ്ടിക്കുമ്പോൾ കാഷ്ടത്തിനോടൊപ്പം രക്തവും കണ്ടുവരുന്നത്, പുറത്തേക്ക് പോകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കോഴി കാഷ്ടിക്കുമ്പോൾ അതിനോടൊപ്പം രക്തവും പുറത്തു പോകുന്നു. രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സിച്ചു തുടങ്ങിയാൽ 3-4 ദിവസം കൊണ്ട് അസുഖം ഭേദപ്പെടുത്തിയെടുക്കാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ രോഗത്തിനുള്ള ചികിത്സയും ഇന്ന് ലഭ്യമാണ്. പ്രധാനമായും 2 മരുന്നുകളാണ് ഈ രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ആംബ്രോലിയം പൗഡർ, 2 സൂപ്പർ കോക്സ് എന്നിങ്ങനെയുള്ള മരുന്നുകളാണ് ഈ രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സാന്ദർഭികമായി പറയട്ടെ, ഇതുപോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു വെറ്ററിനറി ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ തുടരുന്നതായിരിക്കും വളരെ നല്ലത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതെ ശ്രദ്ധിക്കുക. അതിന് എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇവിടെ പറയാം. ഒന്നാമതായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടിൻ്റെ കാര്യം തന്നെയാണ്. കൂട് ഏത് സമയവും നല്ലതുപോലെ ക്ലീനായിരിക്കണം. കൂട് ക്ലീനായി ഇരുന്നാൽ തന്നെ ഒട്ടുമിക്ക അസുഖങ്ങളും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. കൂട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന ലിറ്റർ അത് എന്തായാലും ശരി ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ കാഷ്ടം അതിൽ അടിഞ്ഞുകൂടി അസുഖങ്ങൾ വരാൻ ഇടയാക്കും. രണ്ടാമതായി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൂട്ടിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പ് യാതൊരുവിധ കാരണവശാലും നനഞ്ഞു പോകരുത്. മഴക്കാലമായാൽ വിരിപ്പ് നനയാനുള്ള സാധ്യത വളരെയധികം ഏറെയാണ്. വിരിപ്പ് നനയാനിടയായാൽ അതിലൂടെ ഐമേരിയ പോലുള്ള രോഗാണുക്കൾ പെരുകുകയും അത് കോഴികളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് കൂട് നിർമ്മിക്കുമ്പോൾ കൂടിൻ്റെ മേൽക്കൂര ഇരുവശങ്ങളിലേക്കും 1/2 മീറ്ററെങ്കിലും തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. എങ്കിൽ മഴക്കാലത്ത് ഉള്ളിലേക്ക് മഴവെള്ളം അടിച്ചു കയറുന്നത് തടഞ്ഞു നിർത്താൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും.
അങ്ങനെ വിരിപ്പ് നനയാതിരിക്കാനും ഐമേരിയ പോലുള്ള രോഗാണുക്കൾ പെരുകാതിരിക്കാനും ഇത് സഹായിക്കും. ഇനി പറയാൻ തുടങ്ങുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുടിക്കാൻ വെച്ച് കൊടുക്കുന്ന വെള്ളം ആ പാത്രത്തിന് യാതൊരുവിധ തകരാറുമില്ല, അത് ലീക്കില്ല എന്ന് നമ്മൾ, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ലീക്കായി പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. തുടർച്ചയായി വെള്ളം ലീക്കായി പോയിക്കൊണ്ടിരുന്നാൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പ് നാശമാവുകയും അതിലൂടെ രോഗാണുക്കൾ പെരുകുകയും ചെയ്യും. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി പരിപാലിച്ച് പോരുകയാണെങ്കിൽ കോക്സിഡിയോസിസ് രോഗത്തിന് വേറെ ഒരു ചികിത്സയുടെയും ആവശ്യമില്ല. കോക്സിഡിയോസിസ് പോലുള്ള രോഗങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പരിപാലിച്ച് പോരുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ കോഴികൾക്ക് ഇന്നേ വരെ കോക്സിഡിയോസിസ് രോഗം ബാധിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പണവും സമയവും അധ്വാനവും ചെലവാക്കേണ്ടിയും വന്നിട്ടില്ല. കോക്സിഡിയോസിസ് എന്ന രോഗം മറ്റുള്ള രോഗങ്ങളെ പോലെയല്ല. മറ്റുള്ള ഒട്ടുമിക്ക രോഗങ്ങളും രോഗം ബാധിച്ച കോഴിയെ മാറ്റി നിർത്തി മറ്റുള്ള കോഴികളെ നമുക്ക് രോഗം വരാതെ നോക്കാം. എന്നാൽ കോക്സിഡിയോസിസ് വരുന്നത് വിരിപ്പിൽ നിന്നായതുകൊണ്ട് കോഴിയെ മാറ്റി നിർത്തിയതുകൊണ്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് വിരിപ്പ് മാറ്റുകയാണ് അഭികാമ്യം. ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതട്ടെ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോസുമായി ഞാൻ ഉടനെ എത്താം. അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.